കേരളത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത് പ്രേക്ഷകർ മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ തോന്നും എൻ്റെ തലക്കെന്തോ കംപ്ലൈൻ്റ് ആയി എന്നുള്ളത് തോന്നും. അങ്ങനെയല്ല, ഇതൊക്കെ അറിയാത്ത കുറേ ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശരിയാണ്, 4-ാം തീയതി റിസൾട്ട് വന്നു, പക്ഷേ മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചാർജ് എടുത്തിട്ടില്ല. ആ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് വെളിവില്ലാത്തതുകൊണ്ടല്ലേ ഇത് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട BJPയുടെ വനിതാ വിഭാഗമായിട്ടുള്ള മഹിളാ മോർച്ച നേതാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തിയിരുന്നു. ആ സമരം വലിയ തമാശയായിരുന്നു. ഈ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ KC വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ കടന്നു പോകുന്നത്. കൂടാതെ ജയിച്ചിട്ടുള്ള ഏതാണ്ട് ഭൂരിപക്ഷം MLA-മാരും കടന്നു പോകുന്നത്. കാരണം ആരൊക്കെ മന്ത്രിയാവും, മന്ത്രിയാവില്ല, മുഖ്യമന്ത്രിയായിട്ട് എത്ര ദിവസം ഇരിക്കാൻ പറ്റും, ആരാണ് കസേരയെ പിടിച്ച് വലിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ ടെൻഷനുകൾ കിടക്കാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനെയൊക്കെ മുഖഭാവം കണ്ടാൽ നമ്മൾ വിചാരിക്കുക ഏതാണ്ട് CPM ജയിച്ചു അല്ലെങ്കിൽ BJP ജയിച്ചു എന്നാണ്. കൂടാതെ രമേശ് ചെന്നിത്തലയുടെ മുഖഭാവം കണ്ടാൽ നമ്മൾ വിചാരിക്കുക അദ്ദേഹം ഹരിപ്പാടൊന്ന് തോറ്റുപോയി എന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ അവരൊക്കെ ജയിച്ചിട്ടും വലിയ ടെൻഷൻ അവർക്കുണ്ട്. കാരണം ജയിച്ചത് കൊണ്ട് കാര്യമില്ല, കാരണം ഈ സ്ഥാനം എങ്ങനെ എത്തിപ്പിടിക്കും എന്ന് പറയുന്ന വലിയ ടെൻഷനാണ് അവർക്കുള്ളത്. സ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ കോൺഗ്രസിനകത്ത് ഈ പറയുന്ന പോലെ ബണ്ണുകടി മത്സരത്തിൽ ബണ്ണ് കെട്ടി തൂക്കിട്ടേക്കുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെത്ര ചാടിയാലും ബണ്ണുകൾ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിൽ വരും, പക്ഷേ ഒരിക്കലും വായിൽ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല എന്നുള്ളതാണ്. കടിക്കാൻ നമുക്ക് ചാൻസ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് വി ഡി സതീശൻ അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മന്ത്രിമാർ എത്ര പേര് കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ, ഇനി അതിനുവേണ്ടി ഉള്ള ED മാസങ്ങളോളം തുടരുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹിളാ മോർച്ച ധീര വനിതകൾക്ക് തോന്നിയത്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ മുഖ്യമന്ത്രി ആയാലും കൊള്ളാം, മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കൊള്ളാം, നിങ്ങൾ KSRTCയിൽ സൗജന്യ യാത്ര എപ്പോൾ കിട്ടും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. എന്ന് പറഞ്ഞാൽ ആ സമരത്തിന് വന്നിട്ടുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് കൈ കാശില്ലാത്തവരാണ്. അതുകൊണ്ട് അവർക്ക് അർജൻറ്റായിട്ട് KSRTC കയറിയിട്ട് എവിടെ പോകാനുള്ളവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആകെ നാശകോശമായി, ആകെ നാണക്കേടായി. കാരണം ഇത് മുഖ്യമന്ത്രിയെ അധികാരം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതൊന്നും ഇവർക്കറിയില്ല എന്നുള്ളത് പോട്ടെ, ഇവരുടെ സമരത്തിന് അനുമതി കിട്ടുന്ന ഉറപ്പായിട്ടും BJPയുടെ ഓഫീസിൽ നിന്നാണ്, സംസ്ഥാന നേതാക്കളിൽ നിന്നാണ്. അതിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ നമ്മുടെ ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്ത് പറ്റിയെന്നറിയില്ല. മുഖ്യമന്ത്രിയായി ഇൻചാർജായി ചുമതല ഏറ്റെടുത്തിട്ടില്ലെന്ന് പോലും അറിയില്ല. സമരം നടത്താൻ പോകുന്നത് പിണറായി വിജയനെതിരെയാണ്. പിണറായി ആണെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സമരമാകെ പാളിപ്പോയതിന് ശേഷം അവർ പറയുന്ന ഒരു ന്യായീകരണം കേട്ടിരിക്കും ചിരിക്കുന്നു. അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത്, അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാനും ചാർജ് ഏറ്റെടുക്കാനും ഒക്കെ നിങ്ങൾ വൈകിയതുകൊണ്ടാണ്, ഞങ്ങൾക്ക് അതൊന്നും നോക്കണ്ട, ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ഏറ്റവും വലിയ സംശയം ഇതല്ല, ഈ നേതാക്കന്മാർ ഇങ്ങനൊരു സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഒരു 10,000-5,000 പേരെങ്കിലും ഉണ്ടാവില്ല. ഈ 5,000 പേരിൽ പോലും ബോധമുള്ള ആരും ഇല്ലെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ സമരം ഇപ്പം ചെയ്യേണ്ട, ഏറ്റവും കുറഞ്ഞ വർഷം തിങ്കളാഴ്ച വൈകുന്നേരമെങ്കിലും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ പുള്ളി ഒന്ന് അധികാരത്തിലേക്ക് ഇരുന്നോട്ടെ, ആ കസേരയിൽ ഒന്ന് ഒപ്പിട്ട് ചാർജ് ഏറ്റെടുത്തോട്ടെ, എന്നിട്ടല്ലേ പുള്ളിക്ക് നടപ്പാക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം പുള്ളി വിചാരിച്ചാൽ പോലും ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അത്ര ഒരു പരിപാടി നടപ്പാക്കാൻ പറ്റില്ല. എന്തെങ്കിലും പറയാനുള്ള സാമാന്യ ബോധമുള്ള ആരും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതും പോട്ടെ, ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലെ ബ്ലോക്ക് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ വല്ല വാർഡ് തലത്തിലോ ഒക്കെ ഏതെങ്കിലും കമ്മിറ്റികൾ നടത്തിയ പ്രതിഷേധമായിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഈ വാർത്ത വിട്ടു. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഇത് സംസ്ഥാന വ്യാപകമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് നിന്നൊക്കെ മത്സരിച്ചിട്ടുള്ള ML അശ്വിനിയൊക്കെ വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു യുവതിയാണ്. അവർ തന്നെ പറയുന്നത് ഇത് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ്. കൂടാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KSRTC ബസ്സുകളിൽ കയറി യാത്ര ചെയ്യും, ഞങ്ങൾ ടിക്കറ്റ് എടുക്കില്ല എന്നൊക്കെ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ യാത്ര ചെയ്തു, ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് കേസാവും. ഇവരാണെങ്കിൽ രാവിലത്തെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സമരം ചെയ്യാൻ വന്നവരാണ്. വൈകുന്നേരം വീട്ടിൽ ചെന്ന് പിള്ളേരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഭർത്താവിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. കാരണം അതിൽ മിക്ക ആളുകളും തന്നെ അത്തരത്തിലുള്ളൊരു സ്ത്രീകളായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ കുടുംബിനികളായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇത് പ്രതീക്ഷിക്കുന്ന ആളുകൾ പോലെയല്ല. ഇത് സമരമൊക്കെ ചെയ്യാൻ പോയാൽ വലിയ തലവേദനയാവും. പിന്നെ എന്ത് ചെയ്യും, കേസാകും, പുലിവാലാകും, ചിലപ്പോൾ സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം പണിക്കൊന്നും പോകല്ലേ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ചൊവ്വാഴ്ച രാവിലെ വരെയെങ്കിലും ഈ പ്രിയപ്പെട്ട മഹിളാ മോർച്ച സഖാക്കളോട് വെയിറ്റ് ചെയ്യാൻ സംഘപരിവാർ ബന്ധുക്കളൊക്കെ തന്നെ പറയണം. നമ്മളൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധുക്കളൊക്കെ തന്നെ പറയുകയും ഇത്തരത്തിലുള്ള കോമഡി ഷോകൾ അവതരിപ്പിക്കാം, പക്ഷേ അത് ചൊവ്വാഴ്ച വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ളതുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല.
പണ്ട് പെട്രോൾ വില വർധനക്കെതിരെ കാളവണ്ടിയിൽ ഇവർ സമരം ചെയ്യുകയും 50 രൂപയ്ക്ക് ഇവർ അധികാരത്തിൽ വന്ന പെട്രോളും കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ വി ഡി സതീശനൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ പറഞ്ഞത്. ഇവർ അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ജനമൊക്കെ വോട്ട് ചെയ്ത് ഇവർ അധികാരത്തിൽ എത്തിച്ചപ്പോൾ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 107 രൂപയും 150 രൂപയൊക്കെ ആയി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടാതെ അത് ഇനിയും വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയും നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് അവർ വർദ്ധിപ്പിക്കാതിരുന്നത്. അപ്പോൾ അത് കൂടാതെ നമുക്കറിയാമല്ലോ, ഒരു തവണ നമ്മുടെ കെ സുരേന്ദ്രനൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്ന പാവം സുരേന്ദ്രനൊക്കെ വിചാരിച്ചത് ഡീമോണിറ്റൈസേഷൻ വരും, അതായത് നോട്ടുകൾ നിരോധിക്കും, അപ്പോൾ നോട്ടുകൾ കള്ളപ്പണമൊന്നും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തില്ല. അങ്ങനെ കള്ളപ്പണം ബാങ്കുകളിലേക്ക് തിരിച്ചെത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും എത്താതിരുന്നത്രയും കള്ളപ്പണം ഗവൺമെൻറ് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് നേരെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ കിട്ടിയാൽ പുളിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പുളിക്കുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ട സെൻകുമാർ തന്നെ കൊറോണ കേരളത്തിലേക്ക് വരില്ല, കാരണം കൊറോണക്ക് ചൂടിനെ പേടിയാണ്, അത് സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ ഇനി വന്നാൽ തന്നെ വല്ല മൂന്നാറിലോ വാഗമണ്ണിലോ മാത്രം വന്നിട്ട് തിരിച്ചു പോകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വല്ല നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരാം. അല്ലാതെ ഒരു കാരണവശാലും എറണാകുളത്തേക്കോ, പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ചൂട് വളരെ കൂടുതലാണ്, ഒരു കാരണവശാലും കൊറോണ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കൊറോണ വരില്ലെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അഭ്യാസ പ്രകടനമായിപ്പോയി. എനിക്ക് പറയാനുള്ളത് വി ഡി സതീശനോട്, സതീശൻ ഇവർക്ക് എന്തെങ്കിലും പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും വേണം. കാരണം താങ്കളോടുള്ള ആളുകളുടെ വെറുപ്പ് ഒന്ന് കുറക്കാനായിട്ട് ഇവരുടെ സമരങ്ങൾ വലിയ തോതിൽ സഹായിക്കും. മറ്റൊരു കാര്യം കൂടി പറയണം, അതും കൂടി വി ഡി സതീശനോട് എൻ്റെ ശക്തമായിട്ടുള്ള ആവശ്യമാണ്. കാരണം ആശാനാഥിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ സമരത്തിനുണ്ട്. ആശാനാഥ് തിരുവനന്തപുരത്തിൻ്റെ ഡെപ്യൂട്ടി മേയറാണ്. അവിടെ കുടിവെള്ളമില്ല, വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നപ്പോൾ പോലും പുള്ളിക്കാരൻ റീലെടുക്കുന്ന തിരക്കിലായിരുന്നു. കൂടാതെ മേക്കപ്പൊക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അവരൊക്കെ തന്നെയുള്ള അവരുടെ ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത്, ഇവരേതാണ്ട് ഒരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം നടത്തിയപ്പോൾ അവർക്കെതിരെ ജലപീരങ്കി ഉപയോഗിച്ചു. അപ്പോൾ ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കരുത്, ഗവൺമെൻറ് അറിയേണ്ടത്. അപ്പം തന്നെ മേക്കപ്പൊക്കെ ഒഴുകിപ്പോകുമെന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അതവർ സഹിച്ചു, കുഴപ്പമില്ല, കാരണം ഒരു ജലപീരങ്കിയല്ലേ, സമരമല്ലേ എന്നൊക്കെ വിചാരിച്ച് സഹിച്ചു. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ആ ജലപീരങ്കിയിൽ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം എന്ന് പറയുന്നതിൽ ചില അഴുക്കുകൾ ഉണ്ടായിരുന്നു, ചില കരടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ശരിക്കും നമ്മുടെയൊക്കെ കാശല്ലേ പോവുള്ളൂ. ഒരു 10,000 ലിറ്റർ ബിസ്ലേരി വാട്ടറോ മിനറൽ വാട്ടറോ ഒക്കെ മേടിച്ച്, കുപ്പിവെള്ളം തന്നെ മേടിച്ച് അത് ടാങ്കറിൽ ഒഴിച്ച്, അങ്ങനെ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് ഈ സമരക്കാർക്കെതിരെ പ്രയോഗിക്കുന്ന ജലപീരങ്കികളിൽ നിറക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപൊക്കെ തന്നെ അദ്ദേഹം മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിനറൽ വാട്ടർ മേടിച്ച് ഉപയോഗിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതൊക്കെ പ്രൊഡ്യൂസറുടെ കാശിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പണ്ട് അദ്ദേഹം ആലുവയിൽ സാധാരണ വെള്ളത്തിലും പൈപ്പിലെ വെള്ളത്തിലൊക്കെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മുടിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 10-100 ലിറ്റർ വെള്ളം ഇതുപോലെ മേടിക്കുകയും എന്നിട്ട് ഹോട്ടലിലെ വെള്ളം ഉപയോഗിക്കാതെ ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും. അപ്പോൾ മുടിയൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഇവരുടെയൊക്കെ മുടി ക്ലീനായിട്ടിരിക്കുന്നതിനും സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ കാശോ നമ്മുടെ കാശോ, ഇനി ടാക്സിൽ നിന്നുള്ള കാശോ ഒക്കെ എടുത്താലും ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. ഒരു 10, 50 അല്ലെങ്കിൽ 500, 1000 ലിറ്റർ വെള്ളം, 4000, 4500 ലിറ്റർ ടാങ്കർ ലോറിയിൽ നിറക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളം നിറക്കാൻ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മിനറൽ വാട്ടറിൽ കുളിപ്പിക്കാത്തതിനുള്ള മറ്റൊരു സമരം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ തൽക്കാലം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു സൂചന മാത്രം. ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളൊരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ചാനൽ നിങ്ങളെല്ലാവരും ചെന്ന് നോക്കണം. ഇന്നിപ്പോൾ അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും, രാത്രിയായിരിക്കും ചെയ്യേണ്ടാവുക. നാളെ മറ്റൊരു വലിയ പോഡ്കാസ്റ്റ് കൂടി അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. BCC എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധ നിർമ്മിതികൾക്കും അപ്പുറം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തും അതുപോലെ കേരളത്തിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചില മാധ്യമങ്ങൾ, ചില ചാനലുകളൊക്കെ വിചാരിച്ചാൽ മനുഷ്യൻ്റെ ഒരു പൊതുബോധം അതിനനുസരിച്ച് നിർമ്മിക്കാം എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും വ്യക്തതയൊന്നുമില്ലാത്ത കാരണങ്ങളിൽ ഇവർ നൽകുന്ന നരേറ്റീവുകളൊക്കെ തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും, എർദോഗാൻ തുർക്കിയിൽ ജയിച്ചതാണെങ്കിലും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം, ഇന്നയാൾ നല്ലയാളാണ്, ഇന്നയാൾ മോശക്കാരാണെന്ന് പറയുന്ന ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള റേസിൽ പോലും
KC വേണുഗോപാൽ വളരെ മോശപ്പെട്ട ഒരാളാണെന്നും ഒരു വില്ലനാണെന്നും VD സതീശൻ ഒരു നായകനാണ് എന്നിവർക്ക് പറയുന്ന ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നതിൽ വലിയ തോതിൽ അവർ വിജയിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒക്കെ ആയിട്ടുള്ള ചില ചങ്ങാത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊതുബോധ നിർമ്മിതികളല്ല, വാസ്തവങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചാനൽ കൂടി തുടങ്ങുന്നത്. അത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയുള്ള വലിയ പോഡ്കാസ്റ്റുകളാണ് ഉണ്ടാവുക. അത് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 10 മിനിറ്റ് 15 മിനിറ്റുള്ള വീഡിയോകൾ കൊണ്ട് നമുക്കൊരു ചെറിയ കാര്യം മാത്രമേ പറയാൻ കഴിയൂ. സമഗ്രമായി ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ വേണമെന്ന് വിചാരിച്ച് വലിയ ചിലവേറിയ വലിയ അധ്വാനമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ ഇത് വലിയ ചിലവേറിയ അധ്വാനമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് പലപ്പോഴും ഒരു മാസത്തിൽ 2-3 പോഡ്കാസ്റ്റുകളൊക്കെയാണ് മാക്സിമം ചെയ്യാൻ കഴിയുക. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ടുകൾ വേണം. അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. അത് നിങ്ങളുടെ സപ്പോർട്ടുകൾ നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മന്ത്ലി ഒരു 179 രൂപ മുതൽ 359 രൂപ മുതൽ 799 രൂപ മുതൽ 1500 മുതൽ പല തരത്തിലുള്ള ലെവലുകളുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബിൻ്റെ സൈഡിലുള്ള ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പുകൾ എടുക്കാം. അതല്ല അതിനേക്കാൾ ഉപരിയായി നമ്മളെ നേരിട്ട് തന്നെ സഹായിക്കണമെന്നുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഒരുപക്ഷെ ഇന്ന് അതിൻ്റെ ഇൻട്രോ വീഡിയോ, ചെറിയൊരു വീഡിയോ ഞാൻ പറയുന്നതിൻ്റെ ഇൻട്രോ വീഡിയോ ഇന്ന് പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തന്നെ ഇതിൻ്റെ ഒരു വലിയ പോഡ്കാസ്റ്റ് കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളെ കുറേ കൂടി ബോധവൽക്കരിക്കുന്നതിന് അത് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടിനും ഇതുവരെ ചെയ്തിട്ടുള്ള പിന്തുണയ്ക്കും നന്ദി. ഇനിയും അത് തുടരും എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തട്ടെ. മറ്റ് ചാനലിൻ്റെ പേര് മറന്നുകൊണ്ട് അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.